ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിൻ്റെ ഷോർട്ട് സമറിയാണ്. ഈ ചാപ്റ്റർ നമുക്ക് നിരവധി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ, അതേപോലെ തന്നെ പാരഗ്രാഫ്. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ ഒരു ഷോർട്ട് സമറിയിലേക്ക് പോയി നോക്കാം. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. രണ്ട് തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. ദേ ആർ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഏതൊക്കെയാണ്? ഒന്ന് മാൻമെയ്ഡ് ഡിസാസ്റ്ററും ഒന്ന് നാച്ചുറൽ ഡിസാസ്റ്റർ, അതായത് പ്രകൃതി ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ, അതുപോലെ മനുഷ്യനുണ്ടാക്കുന്ന ദുരന്തങ്ങൾ. ഡിസാസ്റ്റേഴ്സ് അഫക്റ്റ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. അതായത് ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെവലപ്ഡായ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിന് എന്ത് ചെയ്യുന്നു? എഫക്റ്റ് ചെയ്യുന്നു. സം ഓഫ് ദ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ സ്റ്റോംസ്, ഫ്ലഡ്സ്, വിൻഡ് സ്റ്റോംസ്, എർത്ത് ക്വേക്സ് ആൻഡ് ഡ്രോട്ട്സ്. അതായത് ചില പ്രകൃതി ദുരന്തങ്ങളാണ് ഏതൊക്കെ? സ്റ്റോംസ്, കൊടുങ്കാറ്റ്, ഫ്ലഡ്, സ്റ്റോം, എർത്ത് ക്വേക്സ് ആൻഡ് ഡ്രോട്ട്സ്. India faced disasters like Gujarat's earthquakes, Mumbai floods, Chennai floods, tsunami and flood in Kerala. അതായത് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സൊക്കെ ഇന്ത്യ ഫേസ് ചെയ്തിട്ടുണ്ട്. സം ഓഫ് ദ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആർ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, റൈറ്റ്സ്, ന്യൂക്ലിയർ വെപ്പൺ അറ്റാക്സ് ആൻഡ് എക്സെട്ര. അതായത് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിന് ഉദാഹരണമാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, റൈറ്റ്സ്, ന്യൂക്ലിയർ വെപ്പൺസ് ആൻഡ് അറ്റാക്സ്. അതേപോലത്താണ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ. ഇന്ത്യ ഈസ് ഹൈലി പ്രോൺ ടു ഡിസാസ്റ്റേഴ്സ് ബിക്കോസ് ഓഫ് ജിയോളജിക്കൽ ഫോർമേഷൻ ആൻഡ് ജിയോളജിക്കൽ ലൊക്കേഷൻ. അതായത് ഇന്ത്യയിൽ ഇത്രമാത്രം ഡിസാസ്റ്റർ സംഭവിക്കാനുള്ള കാരണം ഇന്ത്യയിലെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആൻഡ് ജിയോളജിക്കൽ ഫോർമേഷനാണ് ഇന്ത്യയിൽ ഇത്രമാത്രം കൂടുതൽ ഡിസാസ്റ്റർ സംഭവിക്കാനുള്ള കാരണം. ഇന്ത്യ ഹാസ് ലോങ് കോസ്റ്റ് ലൈൻ, സ്നോ ക്ലാഡ് പീക്സ്, റിവേഴ്സ്, പിന്നെ മൗണ്ടൈൻസ്. അതായത് മാത്രമല്ല ഇന്ത്യക്ക് ഒരു നീണ്ട നിരയുള്ളൊരു കോസ്റ്റ് ലൈൻ ഉണ്ട്. പിന്നെ സ്നോ ക്ലാഡ് പീക്സ്, അതായത് മഞ്ഞ് നിറഞ്ഞ കൊടുമുടികളുണ്ട്. പിന്നെ റിവേഴ്സ് ഉണ്ട്, മൗണ്ടൈൻസ് ഉണ്ട്. അതും എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ കൂടുതൽ ഡിസാസ്റ്റർ സംഭവിക്കാൻ കാരണമാകുന്നു. ഡെത്ത്, ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻസ് ആർ ദ ഇമ്മീഡിയറ്റ് ഇമ്പാക്ട്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. അതായത് ഡിസാസ്റ്റേഴ്സിൻ്റെ മെയിൻ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഡിസ്ട്രക്ഷൻ, നാശങ്ങൾ, ഡാമേജ്, ഡെത്ത് ഒക്കെയാണ്. ഡിസാസ്റ്റേഴ്സ് കോസ് ഡാമേജ് ടു ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. അതായത് ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ആകെ ഡാമേജ് ആവുന്നു. റിഹാബിലേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് റിഹാബിലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരാളുടെ വീട് തകർന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുക? വേറൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കുക. അതാണ് റിഹാബിലേഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കുക വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് ഈ പോയിൻറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. എനിവേ, താങ്ക് യു.